ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. കടയിൽ നിന്ന് വാങ്ങിക്കഴിച്ച അതേ രുചിയിലും തനിമയിലും ഈ മിഠായി നമുക്ക് വീട്ടിലും തയ്യാറാക്കാം. വീഡിയോ കണ്ടു നോക്കൂ. അതിനായി ഒരു വാഴയില ആവശ്യമുണ്ട്. വാഴയില മുഴുവനായിട്ട് വേണ്ട, അതിൻ്റെ ചെറിയൊരു ഭാഗം മതി. അതിനായിട്ട് ഞാൻ മുറ്റത്തേക്ക് വന്നതാണ്. നല്ലൊരു വാഴയില വെട്ടിയിട്ടുണ്ട്. ഇനി ശർക്കര 2 വലുതും ഒരു ശർക്കര പകുതിയും കുറച്ച് തേങ്ങ ചിരകിയതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ വെട്ടിക്കൊണ്ടുവന്ന വാഴയില വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ആ വാഴയിലയിൽ പുരട്ടി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ എത്തണം. എന്നിട്ട് ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ആ വെള്ളം തിളപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല രീതിയിൽ വെള്ളം തിളച്ച് വരണം. ഈ തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നമ്മൾ ശർക്കര ഇടുക കേട്ടോ ചെയ്യുന്നത്. 2 വലിയ ശർക്കരയും ഒരു ശർക്കരയുടെ പകുതിയുമാണ് ഞാൻ ഇടുന്നത്. ഈ വെള്ളത്തിലിട്ടിട്ട് ഈ ശർക്കര നന്നായിട്ട് നമ്മൾ നല്ല രീതിയിൽ തിളപ്പിക്കുക കേട്ടോ ചെയ്യുന്നത്. എന്തിനു വെച്ചാൽ ഈ ശർക്കരയിൽ ധാരാളം അഴുക്കുകളും മണ്ണും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് നല്ല രീതിയിൽ ശർക്കര ഉരുക്കിയെടുത്തതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി അത് ശർക്കര ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചീനച്ചട്ടി നല്ല രീതിയിൽ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ വേണ്ടത്. എന്നിട്ട് നല്ല രീതിയിൽ ചീനച്ചട്ടിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് തടവി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഈ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ശർക്കര ഒഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ശർക്കര ഉരുക്കിയ വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. ചെറിയ രീതിയിൽ തിള വരുന്നുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ തിളച്ചിട്ടോ. ഇങ്ങനെ തിള വരുന്ന സമയത്ത് നേരത്തെ ചിരക്കി വെച്ചിട്ടുള്ള തേങ്ങ ഞാൻ ഇടുക കേട്ടോ ചെയ്യുന്നത്. കുറച്ച് തേങ്ങ മതി കേട്ടോ. ഉരുക്കിയ ശർക്കരയിലേക്ക് ചിരകിയ തേങ്ങ ഇട്ടിട്ട് നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇനി ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ തിളച്ച് വരണം കേട്ടോ. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ തിള വന്നു. ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടകം എടുത്തിട്ട് അത് ഇളക്കി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങി, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിർത്താതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ചീനച്ചട്ടിയുടെ അടുത്തുനിന്ന് എങ്ങോട്ടും പോകരുത്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള വാഴയിലേക്ക് അത് ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചീനച്ചട്ടി എടുത്തു. ഇനി വാഴേൻ്റെ ഇലയിൽ പതുക്കെ ഒഴിക്കുക കേട്ടോ ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ച് വേണം ഒഴിക്കാൻ, കാരണം നല്ല ചൂടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മിഠായിയാണ് കേട്ടോ. വെക്കേഷനൊക്കെ ആയാൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു മിഠായിയാണ്. നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് പോകും. അപ്പോൾ
കുട്ടിക്കാലത്ത് എനിക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു മിഠായിയാണ് കേട്ടോ. നിങ്ങൾക്കും അതുപോലെ ആയിരിക്കും. അപ്പോൾ ഇത് ചെറിയ ചൂടോട് കൂടിയിട്ട് വേണം നമ്മൾ ബോൾസ് ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. വല്ലാണ്ട് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഉറച്ച് പോകും. അപ്പോൾ നമുക്ക് ബോൾസ് ആക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു ചൂടുണ്ട്, സഹിക്കാൻ പറ്റുന്ന ചൂടുണ്ട്. ആ ചൂടിൽ ഞാൻ ബോൾസ് ആക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ചൂടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ അത് ബോൾസ് ആക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കയ്യിൽ എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ ഇതുപോലെ. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. എല്ലാവരും ചെയ്തു നോക്കുക. ഞാൻ വീണ്ടും പറയാണ്. കണ്ടോ റെഡി ആയിട്ടുണ്ട്. ഞാൻ പല ഷേപ്പിലുമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വലിയ മോള് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഞാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ അവൾ കഴിച്ച് നോക്കുകയാണ് കേട്ടോ. അവൾ കഴിച്ചപ്പോൾ അവൾ പറയാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറ്റ് ചെറിയ രണ്ടാൾക്കും കൂടെ ഞാൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ആളും ചെറിയ കുഞ്ഞുവാവയും കൂടെ അത് കഴിക്കണം. കുഞ്ഞുവാവയ്ക്ക് ഞാൻ ചെറിയ രീതിയിൽ ബോൾസ് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ വല്ലാണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് അത് തണുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ വായിലത് അവൾക്ക് കഴിക്കാൻ പറ്റില്ല. അത് ഉറച്ച് പോകുമ്പോൾ അവൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ രീതിയിൽ സോഫ്റ്റ് ഉള്ള സമയത്ത് തന്നെ ഞാനത് ബോൾസ് ആക്കിയിട്ട് അത് ഒന്ന് തണുപ്പിച്ചിട്ട് അവൾക്ക് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അവൾക്ക് ഇഷ്ടമായി. നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിലത്തെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.